അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1276, സൂറത്തു തൗബ 1 മുതൽ 4 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി ഇലല്ലദീന ആഹദ്തും മിനൽ മുശ്രികീൻ فسيحوا في الأرض 4 أشهر واعلموا أنكم غير معجز الله وأن الله مخزي الكافرين. وأذان من الله ورسوله إلى الناس يوم الحج الأكبر أن الله بريء من المشركين ورسوله فإن تبتم فهو خير لكم وإن توليتم فاعلموا أنكم غير معجز الله وبشر الذين كفروا بعذاب أليم. إلا الذين عاهدتم من المشركين ثم لم ينقصوكم شيئا ولم يظاهروا عليكم أحدا فأتموا إليهم عهدهم إلى مدتهم إن الله يحب المتقين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിൽ നിന്നും അവന്റെ ദൂതനിൽ നിന്നുമുള്ള ബാധ്യത ഒഴിവാകൽ പ്രഖ്യാപനമാണിത്. ഇലല്ലദീന ആഹദ്തും, സത്യവിശ്വാസികളെ നിങ്ങൾ കരാർ ചെയ്തവരിലേക്കുള്ള, മിനൽ മുശ്രിക്കീൻ, ബഹുദൈവാരാധകന്മാരിൽ നിന്ന്. ഫസീഹു ഫിൽ അർളി, അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക. 4 അശ്ഹുരിൻ, 4 മാസം. വയലമു, നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക, അന്നക്കും ഗൈറു മുഅ്ജിസില്ല, നിശ്ചയം നിങ്ങൾ അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ കഴിയുന്നവരല്ല എന്ന്. അന്നല്ലാഹ മുഖ്സിൽ കാഫിരീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളെ നാണം കെടുത്തുക തന്നെ ചെയ്യുമെന്നും നിങ്ങൾ മനസ്സിലാക്കുക. വഅദാൻ മിനല്ലാഹി വറസൂലിഹി ഇലന്നാസ്, അള്ളാഹുവിൽ നിന്നും അവന്റെ ദൂതനിൽ നിന്നും ജനങ്ങളിലേക്കുള്ള ഒരു അറിയിപ്പുമാണിത്. യൗമൽ ഹജ്ജിൽ അക്ബരി, മഹത്തായ ഹജ്ജിന്റെ ദിനത്തിൽ. അല്ലാഹു ബരീഉം മിനൽ മുശ്രിക്കീന വറസൂലുഹു, നിശ്ചയം അള്ളാഹുവും അവന്റെ ദൂതനും സത്യനിഷേധികളിൽ നിന്ന് ഒഴിവായവരാണ് എന്ന അറിയിപ്പുമാണിത്. ഫൈൻ തുബ്തും, അതുകൊണ്ട് നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ ഫഹുവ ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമം. വൈൻ തവല്ലൈത്തും, പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഫഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, അന്നക്കും ഗൈറു മുഅ്ജിസില്ല, നിശ്ചയം നിങ്ങൾ അള്ളാഹുവിനെ പരാജയപ്പെടുത്തുന്നവരല്ല എന്ന്. വബശ്ശിരില്ലദീന കഫറൂ ബിഅദാബിൻ അലീം, സത്യനിഷേധികൾക്ക് വേദനാജനകമായ ശിക്ഷ കൊണ്ട് നബിയെ അന്ന് സന്തോഷവാർത്ത അറിയിക്കുക. ഇല്ലല്ലദീന ആഹദ്തും മിനൽ മുശ്രിക്കീന, ബഹുദൈവാരാധകന്മാരിൽ നിന്ന് നിങ്ങൾ കരാറുണ്ടാക്കിയ ഒരു കൂട്ടർ ഒഴിച്ച്. സുമ്മലം യൻഖുസൂക്കും, പിന്നീട് അവർ ആ കരാറിൽ കുറവ് വരുത്തിയില്ല, ഒന്നും കുറവ് വരുത്തിയില്ല. വലം യുളാഹിറു അലൈക്കും അഹദൻ, നിങ്ങൾക്കെതിരിൽ ആരെയും അവർ സഹായിച്ചുമില്ല. അങ്ങനെയുള്ള മുശ്രിക്കുകൾ ഒഴിച്ച് അവരുമായുള്ള കരാറിൽ നിന്ന് നമ്മൾ ബന്ധം ഒഴിയുന്നില്ല. മറിച്ച് ഫാത്തിമു ഇലൈഹിം അഹദഹും ഇലാ മുദ്ദത്തിഹിം, അവരുമായി നിങ്ങൾ ഉണ്ടാക്കിയ കരാറിന്റെ കാലാവധി വരെ അവരോടുള്ള കരാർ നിങ്ങൾ പൂർത്തിയാക്കുക എന്ന് അല്ലാഹു പറഞ്ഞു. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, നിശ്ചയം അല്ലാഹു തആല അവന്റെ ദോഷബാധയെയും അതേപോലെ കരാറുകളെയും ഒക്കെ സൂക്ഷിക്കുന്നവരെ സ്നേഹിക്കുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിരിക്കുകയാണ്. സൂറത്തു തൗബ 9-ാം അധ്യായമാണ്. 100
29 സൂക്തങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. ഹിജറയ്ക്കു ശേഷം അവതരിച്ചതാണ്, അഥവാ മദനി സൂറകളിൽപ്പെട്ടതാണ് സൂറത്തു തൗബ. ഇതിന് വേറെയും ധാരാളം പേരുകൾ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബറാഅത്ത് സൂറത്ത് എന്നും, അതേപോലെ സൂറത്തുൽ മുഖശ്ശിഷ, അതായത് കാപണ്യവുമായി ഇസ്ലാമിന് ബന്ധമില്ല എന്ന് തെളിയിക്കുന്നത് എന്ന അർത്ഥത്തിൽ, സൂറത്തുൽ മുബാസിറ, കപടന്മാരുടെ അവസ്ഥകൾ ചർച്ച ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ, സൂറത്തുൽ ഫാലിഹ, കപടന്മാരെ ജനമധ്യത്തിൽ പൊളിച്ചെഴുതി അവരെ വഷളാക്കുന്നു എന്ന അർത്ഥത്തിൽ, സൂറത്തുൽ അദാബ്, ശിക്ഷയുടെ അധ്യായം എന്ന അർത്ഥത്തിൽ, സൂറത്തുൽ മുഖ്സിയ, അവരെ മാനം കെടുത്തുന്ന സൂറത്ത് എന്ന അർത്ഥത്തിൽ, കപടന്മാരുടേതായിട്ടുള്ള ഉള്ളുകളികൾ ശരിക്കും തുറന്നു പറഞ്ഞു, സൂറത്തുൽ മുദന്തമ, കപടന്മാരുടെ നാശത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നത് എന്ന അർത്ഥത്തിൽ, സൂറത്തുൽ മുശരിദ, സത്യനിഷേധികളുടെ കപടന്മാരുടെ കൂട്ടായ്മയെ പൊളിച്ചു എഴുതുന്ന സംഗതികൾ എന്ന നിലക്ക്, ഇങ്ങനെ ധാരാളം പേരുകൾ ഈ അധ്യായത്തിന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അധ്യായത്തിന്റെ ഒരു പ്രത്യേകത, ഇതിന്റെ തുടക്കത്തിൽ മറ്റുള്ള വിശുദ്ധ ഖുർആനിലെ 113 അധ്യായങ്ങളിലും ബിസ്മി എഴുതും തുടക്കത്തിൽ. അതേസമയത്ത് ഈ സൂറത്തിന്റെ ആദ്യത്തിൽ ബിസ്മി എഴുതിയിട്ടില്ല, ബിസ്മി ചൊല്ലലും ഇല്ല. അതിന്റെ കാരണം എന്താണ് എന്നത് സംബന്ധമായി ധാരാളം അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ തഫ്സീറുകളിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതിക്കൊടുത്തതാണല്ലോ ഖുർആൻ. ആ ഓതിക്കൊടുത്തതിൽ ബറാഅത്ത് സൂറത്ത് തുടങ്ങിയപ്പോൾ അവിടെ ബിസ്മിയില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിലെ ഓരോ സൂക്തങ്ങളും അതെവിടെയാണ് എഴുതേണ്ടത്, എവിടെയാണ് വെക്കേണ്ടത് എന്നൊക്കെ കൃത്യമായി നേരത്തെ സഹാബത്തിന് പഠിപ്പിച്ചിട്ടുള്ള കൂട്ടത്തിൽ ബറാഅത്ത് സൂറത്ത് തുടങ്ങുമ്പോൾ ബിസ്മി എഴുതാൻ മുത്തുനബി നിർദ്ദേശിച്ചില്ല. അതുകൊണ്ട് നമ്മളത് എഴുതുന്നില്ല. ഇതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കാം. ഈ അധ്യായവും ഇതിന് മുമ്പുള്ള സൂറത്തുൽ അംഫാലും തമ്മിൽ വളരെ ബന്ധമുണ്ട്. കാരണം കഴിഞ്ഞ അധ്യായത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യുകയായിരുന്നുവല്ലോ. എന്നാൽ ആ യുദ്ധവുമായി ബന്ധപ്പെട്ട് യുദ്ധക്കളത്തിൽ പിന്തിരിഞ്ഞോടാൻ പാടില്ല, ശത്രുവിനെ കണ്ടുമുട്ടുമ്പോൾ സ്ഥിരതയോടുകൂടെ നിൽക്കണം, വിശ്വാസികൾ തമ്മിൽ ആദർശപ്പൊരുത്തമുള്ളവർ തമ്മിൽ നല്ല അടുപ്പവും സ്നേഹവും നിലനിർത്തണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആ അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട പരാമർശന വിഷയങ്ങളെങ്കിൽ, ആദർശ വിരോധികളായിട്ടുള്ള ആളുകളോട് ധാർമ്മികമായ അകൽച്ച, അതേപോലെ തന്നെ കരാർ ലംഘനം നടത്തുന്ന അധർമ്മകാരികളോട് അകന്നു നിൽക്കാനുള്ള സന്ദേശം, അവരുമായി നമുക്കൊരു ബന്ധവുമില്ല എന്ന സൂചന, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം വിഷയങ്ങളാണ് ഈ അധ്യായത്തിന്റെ പരാമർശന ഭാഗങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സൂറത്തും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് മാത്രമല്ല, ചില പണ്ഡിതന്മാർ ഇത് രണ്ടും കൂടെ ഒറ്റ അധ്യായമാണ് എന്ന് വരെ പറഞ്ഞു വെക്കുകയും അതുകൊണ്ടാണ് ഇടക്ക് ബിസ്മി ഇല്ലാണ്ട് പോയത് എന്ന് വരെ അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രബലമല്ലെങ്കിലും ഏതായാലും ശരി, കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾ പരസ്പരം സംരക്ഷകരും സഹായികളുമാണ് എന്നായിരുന്നു വിശദീകരിച്ചിരുന്നത് എങ്കിൽ, ഈ അധ്യായത്തിന്റെ തുടക്കത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ എതിർദിശയിൽ നിൽക്കുന്ന ആളുകളുമായി നമുക്ക് യാതൊരു വിധത്തിലുള്ള ആദർശപ്പൊരുത്തവുമില്ല, മോശമായ നിലപാട് സ്വീകരിക്കുന്നവരെ എല്ലാ അർത്ഥത്തിലും കൈയൊഴിയുന്ന സമീപനം തന്നെയാണ് ഇസ്ലാമിന്റേത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇനി ഈ അധ്യായത്തിന്റെ പരാമർശന വിഷയങ്ങളെ ആദ്യം തന്നെ പറയുന്നത് ബറാഅത്തുൻ മിനല്ലാഹ് എന്നാണ്. അള്ളാഹുവിൽ നിന്നുള്ള ബാധ്യത ഒഴിയൽ പ്രഖ്യാപനമാണിത്. നിങ്ങൾ നമ്മളുമായിട്ട് എന്തില്ല, ഒരു ബന്ധവുമില്ല എന്ന പ്രഖ്യാപനം. ആരോടാണ് ബന്ധമില്ലാന്ന് പറയുന്നത്? മുസ്ലിമീങ്ങൾ കരാറിൽ ഏർപ്പെട്ടിരുന്ന മുശ്രിക്കുകളോട് ബന്ധമില്ല എന്നാണ് പറയുന്നത്. അതിന്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, ഹിജ്റയുടെ 6-ാം കൊല്ലം ദുൽഖഅദ മാസത്തിൽ
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 1500 സഹാബികളുമായി ഉംറ നിർവഹിക്കാൻ വേണ്ടി ഹിജറ പോയതിനു ശേഷം ആദ്യമായി വലിയ പ്രതീക്ഷയോടെ വലിയ ആഗ്രഹത്തോടെ മക്കയിലേക്ക് വരികയാണ്. മക്കയുടെ പരിസരത്തുള്ള ഹുദൈബിയയിൽ വെച്ച് മുത്തുനബി തടയപ്പെട്ടു. മക്കയിലേക്ക് എന്തായാലും ഈ വർഷം പോകാൻ നിങ്ങളെ അങ്ങനെ സമ്മതിക്കില്ല. മക്കക്കാർ വളരെ വാശിയിൽ നിന്നു. അവസാനം അതുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ചകളൊക്കെ അതിന്റെയൊക്കെ പുരോഗതിയുടെ ഭാഗമായി രണ്ടു കൂട്ടരും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ടു. അതാണ് ചരിത്രപ്രസിദ്ധമായ ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത്. ആ സന്ധിയുടെ വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ നമുക്ക് പോകേണ്ടതില്ല. ആ കരാർ 10 വർഷത്തേക്കായിരുന്നു. അതായത് നമ്മൾ തമ്മിൽ ഇതിന്റെ ഇടയ്ക്ക് ഇനി യുദ്ധങ്ങൾ ഉണ്ടാകാൻ പാടില്ല, നമ്മൾ തമ്മിൽ ഏതെങ്കിലും നിരക്കുള്ള ശണ്ടകൾ ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ധാരാളം വ്യവസ്ഥകൾ. പല വ്യവസ്ഥകളും ഏകപക്ഷീയമായിരുന്നു മുശ്രിക്കുകൾ മുന്നോട്ട് വെച്ചത്. പക്ഷെ സമാധാനം സംരക്ഷിക്കുന്നതിനു വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ചൊക്കെ സഹാബത്തിനൊക്കെ വലിയ വിഷമം തോന്നിയിട്ട് പോലും ആ കരാറുകളെല്ലാം അല്ലെങ്കിൽ അവരുടെ വ്യവസ്ഥകളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവുകയായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ വലിയ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് പ്രതീക്ഷയോടുകൂടെ ഉണ്ടാക്കിയ കരാർ. ആ കരാർ അനുസരിച്ച് മുശ്രിക്കുകളുടെ പക്ഷത്ത് അഥവാ മക്കക്കാരുടെ പക്ഷത്ത് മറ്റു അറേബ്യൻ ഗോത്രങ്ങളിൽ നിന്ന് ഉപദ്വീപുകളിലെ ഗോത്രങ്ങളിൽ നിന്ന് ആർക്കും അവരുടെ സഖ്യകക്ഷിയിൽ ചേരാം. മുസ്ലിമീങ്ങളുടെ പക്ഷത്ത് അവരുടെ സഖ്യകക്ഷിയിലും ഏതൊരു വിഭാഗത്തിനും വേണമെങ്കിൽ ചേരാം. പക്ഷെ ഏതു പക്ഷത്ത് ചേർന്നാലും ഖുറൈശികളുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു സംഘവും മുസ്ലിമീങ്ങളെയോ അല്ലെങ്കിൽ മുസ്ലിം പക്ഷത്ത് നിൽക്കുന്ന സംഘങ്ങളെയോ ഉപദ്രവിക്കാൻ പാടില്ല. ഇവർ തിരിച്ചങ്ങോട്ടും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് ആ കരാറിന്റെ ഭാഗമായി പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയായിരുന്നു. എന്നാൽ ഈ വ്യവസ്ഥ നിരന്തരം ലംഘിക്കുകയായിരുന്നു വാസ്തവത്തിൽ അറേബ്യൻ മുശ്രിക്കുകൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ത്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചേരിയിൽ അഥവാ മുസ്ലിം പക്ഷത്ത് നിൽക്കുന്ന ഒരു വിഭാഗമായിരുന്നു ബനു ഖുസാ എന്ന് പറയുന്ന ഖുസാ ഗോത്രക്കാർ. അവർ പണ്ടേക്കും പണ്ടേ അബ്ദുൽ മുത്തലിബിന്റെ കാലം മുതൽ ഇങ്ങോട്ട് ആ റസൂലുള്ളാഹിന്റെ കുടുംബവുമായിട്ട് പ്രത്യേകമായ അടുപ്പവും മമതയും ഒക്കെ സൂക്ഷിക്കുന്നവരാണെന്ന് വിശാലമായ ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. അങ്ങനെ അത് ഈ ബനു ഖുസായുമായി വലിയ ശത്രുതയിൽ നിൽക്കുന്ന മറ്റൊരു വിഭാഗമാണ് ബനു ബക്കർ എന്ന് പറയുന്ന വേറൊരു ഗോത്രക്കാർ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ശത്രുവിന്റെ ശത്രുമിത്രം എന്ന നിലക്ക് ബനു ബക്കർ ആരുടെ സഖ്യകക്ഷിയിൽ ചേർന്നു? ഖുറൈശികളുടെ സഖ്യകക്ഷിയിൽ ചേർന്നു. ഇനി ബനു ബക്കറും ഗോത്രവും അതേപോലെ ഖുസാ ഗോത്രവും തമ്മിൽ പലപ്പോഴും പല പ്രശ്നങ്ങളും നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനമായി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബനു ബക്കർ ഗോത്രത്തിലുള്ള ചില ആളുകൾ വളരെ മോശമായി ചിത്രീകരിക്കുകയും അവിടുത്തെ വ്യക്തിത്വത്തെ മത്സിക്കും വിധത്തിലുള്ള സംഭാഷണങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ബനു ഖുസാ ഗോത്രത്തിലുള്ള ചിലർക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവർ തമ്മിൽ വാക്കേറ്റമായി അതൊരു പ്രധാനപ്പെട്ട കുഴപ്പത്തിലേക്ക് നീങ്ങി. എന്നാൽ ആ കുഴപ്പത്തിലേക്ക് നീങ്ങുമ്പോഴും പരസ്പരം നമ്മൾ എന്തുണ്ടാകാൻ പാടില്ലല്ലോ, ഒരു സംഘട്ടനം നടക്കില്ലല്ലോ എന്ന കോൺഫിഡൻസ് ആയിരുന്നു ഖുസാ ഗോത്രക്കാർക്കുണ്ടായിരുന്നത്. കാരണം ഞങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഖ്യകക്ഷിയാണ്, അവർ ഖുറൈശികളുടെ സഖ്യകക്ഷിയാണ്. എന്തായാലും ഈ കക്ഷികൾ തമ്മിൽ എന്ത് നടത്താൻ പാടില്ല, പരസ്പരം ഒരു സംഘട്ടനം നടത്താൻ പാടില്ല. ഇനി അഥവാ ഇവർ സംഘട്ടനം നടത്തിയാൽ അവരിൽ ഒതുങ്ങി നിൽക്കുന്നതിന് പകരം ഖുറൈശികൾ അവരെയോ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ടീം ഇവരെയോ സഹായിക്കില്ല എന്നാണല്ലോ കരാറിന്റെ മർമ്മം. അതുകൊണ്ട് ആ കരാറിന്റെ മർമ്മം പാലിക്കാൻ തയ്യാറാകുമെന്ന് തന്നെ ബനു ഖുസാ ഗോത്രം കരുതിയതുകൊണ്ട് അവരത്ര കാര്യമായി ആ വിഷയത്തിന്റെ ഗൗരവം ശ്രദ്ധിച്ചില്ല. അഥവാ ഇവർ അപ്രതീക്ഷിതമായ ഒരു അറ്റാക്ക് നടത്തുമെന്ന് ആര് ചിന്തിച്ചില്ല, ബനു ഖുസാ ചിന്തിച്ചില്ല. അങ്ങനെ അപ്രതീക്ഷിതമായി രാത്രിയിൽ ബനു ബക്കർ ഗോത്രക്കാർ ഖുസാ ഗോത്രത്തിലെത്തി അവരുമായി ഏറ്റുമുട്ടുകയും ആ ബനു ഖുസാ ഗോത്രത്തിൽ നിന്നുള്ള 20-ലേറെ പേരെ വധിക്കുകയും ചെയ്തു. അങ്ങനത്തെ പ്രവർത്തനം അക്രമത്തിൽ ബനു ബക്കർ ഗോത്രം ഏർപ്പെട്ടപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കാൻ ആരുണ്ടായി? ഖുറൈശികളുണ്ടായി. അത് വാസ്തവത്തിൽ കരാറിന്റെ വ്യക്തമായ ലംഘനമാണ്. സപ്പോർട്ട് ചെയ്തു കൊടുത്തു എന്ന് മാത്രമല്ല, മുഖമൂടി ധരിച്ച് ചില മക്കാര് തന്നെ എന്തിൽ സംബന്ധിച്ചു, ഈ ഓപ്പറേഷനിൽ സംബന്ധിച്ചു എന്നുകൂടി ചരിത്രത്തിൽ അഭിപ്രായപ്പെടുന്നുണ്ട് പണ്ഡിതന്മാർ. അപ്പൊ യാതൊരു ന്യായവുമില്ലാതെ എല്ലാ വ്യവസ്ഥകളെയും കാറ്റിൽ പറത്തി ഇவ்விധം അവര് കുഴപ്പമുണ്ടാക്കിയപ്പോൾ ബനു ഖുസാ ഗോത്രത്തിലെ
ഉത്തരവാദപ്പെട്ട ആളുകൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു. അവരുടെ ഖുദാ ഗോത്രത്തിലെ പ്രധാനിയായിരുന്ന അംറു ബിൻ സാലിമുൽ ഖുസായി എന്ന് പറയുന്ന മഹാന്റെ നേതൃത്വത്തിൽ 40 അംഗ സംഘം മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തു. ആ കൂട്ടത്തിൽ അവർ പറഞ്ഞു, ഇന്ന ഖുറൈശൻ അഖലഫൂകൽ മൗഇദ വനഖദൂ മീസാഖകൽ മുവക്കദ വസഅമു അൻ ലസ്ത തദ്ഉ അഹദ വഹും അദല്ലു വഅഖല്ലു അദദ ഹും ബയ്യതൂനാ ബിൽവതീരി ഹുജ്ജദ വഖാതലൂനാ റുക്അൻ വസുജ്ജദ. അംറു ബിൻ സാലിമുൽ ഖുസായി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 40 അംഗ സംഘം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ചെന്ന് ഖുറൈശികളുടെ സഖ്യകക്ഷിയായ ബനൂ ബക്കറിന്റെ അതിക്രമത്തെ സംബന്ധിച്ചു. ആ ബനൂ ബക്കറിന് എല്ലാ പിന്തുണയും കൊടുത്ത ഖുറൈശികളുടെ കരാർ ലംഘനത്തെ സംബന്ധിച്ചും കംപ്ലൈന്റ് പറഞ്ഞു. അതാണ് ഇന്ന ഖുറൈശൻ അഖലഫൂകൽ മൗഇദ, നബിയെ കരാറുണ്ടാക്കിയ ഖുറൈശികൾ ആ കരാറിൽ തങ്ങളോട് ലംഘനം കാണിച്ചിരിക്കുകയാണ്. വളരെ സുഭദ്രമായിട്ട് അവരുമായി ഉണ്ടാക്കിയ കരാറിന് അവർ ലംഘനം കാണിച്ചിരിക്കുകയാണ്. അങ്ങനെ ലംഘനം കാണിക്കുമ്പോൾ അവര് വാസ്തവത്തിൽ വെല്ലുവിളിയുടെ സ്വരത്തിൽ പറയുന്നത്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അവരെ എന്നാണ്, ഞങ്ങളാണ് പ്രബലന്മാരെന്ന അഹങ്കാരത്തിന്റെ സംസാരം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ രാത്രി പതിയിരുന്ന് ഞങ്ങളെ ആക്രമിക്കാനും റുക്കൂഉം സുജൂദും ചെയ്തുകൊണ്ട് നിസ്കരിക്കുന്ന ആളുകളെ കൊല്ല ചെയ്യാനുമുള്ള പദ്ധതികളാണ് അവർ തയ്യാറാക്കിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അപ്പൊ സ്വാഭാവികമായും അതിന്റെ അടിസ്ഥാനത്തിൽ കരാർ ലംഘനം നടത്തിയ ഈ കക്ഷികളെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നേരത്തെ സൂറത്തുൽ അൻഫാലിൽ തന്നെ നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, നബിയെ അവർ കരാർ ലംഘനം നടത്തുകയാണെങ്കിൽ അഥവാ വാക്കുപാലിക്കാത്ത അവസ്ഥ നിരന്തരം ഉണ്ടാവുകയാണെങ്കിൽ ഫംബിദിലേഹിം വേദവും, അവരുടെ കരാറിന് അവരിലേക്ക് തന്നെ തങ്ങൾ എറിഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കരാറുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. കാരണം ചീറ്റ് ചെയ്യുന്നവരെ, ചതിയന്മാരെ, അവരോടൊപ്പം ഒരിടപാടിൽ പങ്കാളിത്തം വഹിക്കുന്നത് അത് മാന്യന്മാരുടെ ശൈലിയല്ല എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ വേണ്ടി അല്ലാഹു തആല നിർദ്ദേശിച്ചിരുന്നല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ 8ാം കൊല്ലം റമദാൻ മാസത്തിൽ 10,000 പടയാളികളോടൊപ്പം മക്കയിലെത്തുകയും 2 ഭാഗങ്ങളിലൂടെ മക്കയിൽ പ്രവേശിച്ച് ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു സൈഡിലൂടെയും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ മറ്റൊരു സൈഡിലൂടെയും മക്കയിലേക്ക് മുസ്ലിമീങ്ങൾ പ്രവേശിച്ചു. അങ്ങനെ മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ പക്ഷേ സംഗതിയുടെ കിടപ്പത്ര ശരിയല്ല എന്ന് മക്കക്കാർക്ക് മനസ്സിലായി. അവരാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർക്കാനോ അല്ലെങ്കിൽ നേരിടാനോ പണ്ട് കാണിച്ചിരുന്നത് പോലത്തെ ധൈര്യമോ അല്ലെങ്കിൽ ശൗര്യമോ ഒന്നും കാണിച്ചില്ലെന്ന് മാത്രമല്ല, അവർ എല്ലാം കീഴടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ഒരു ദയനീയമായ അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ മക്ക ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തികച്ചും ഒരു രക്തരഹിത വിപ്ലവത്തിലൂടെ ഇസ്ലാമിക് റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കാവുന്ന സന്തോഷമുണ്ടായി. അതാണ് മക്കം ഫതഹ്. ആ മക്കം ഫതഹ് ഉണ്ടായതിനു ശേഷം പിന്നീട് 9ാം കൊല്ലമാണ് വാസ്തവത്തിൽ ഈ പ്രഖ്യാപനം അല്ലാഹു തആല നടത്തുന്നത്. ബറാഅത്തും മിനല്ലാഹി എന്ന് തുടങ്ങുന്ന ഖുറൈശികളുമായുള്ള കരാറിൽ നിന്ന് നമ്മൾ എന്താകുന്നു, ഒഴിഞ്ഞു നിൽക്കുകയാണ്. കാരണം അവർ അത്തരത്തിലുള്ളൊരു കമ്പനിക്ക് പറ്റിയവരല്ല. അതാണ് ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി, അള്ളാഹുവിൽ നിന്നും അവന്റെ ദൂതനിൽ നിന്നുമുള്ള ബാധ്യത ഒഴിവാകൽ പ്രഖ്യാപനമാണിത്. ഇലല്ലദീന ആഹദ്തും മിനൽ മുശ്രിക്കീൻ, ബഹുദൈവാരാധകന്മാരിൽ നിന്ന് നിങ്ങൾ കരാറ് ചെയ്തവരിലേക്കുള്ള ഒഴിവാകൽ പ്രഖ്യാപനം, അതാണിത്. അതുകൊണ്ട് എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പറയാൻ പറയണത് ഫസീഹു ഫിൽ അർളി അർബഅത അശ്ഹുരിൻ, അതുകൊണ്ട് കരാറ് നമ്മൾ ഒഴിവാകുകയാണ്. അതുകൊണ്ട് 4 മാസം നിങ്ങൾക്ക് സമയം അനുവദിക്കുന്നു. ആ 4 മാസം ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക. അതായത് അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് സ്വാധീനമൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും മക്ക കൂടി ഇസ്ലാമിന്റെ ഭാഗമായപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഇസ്ലാമിന്റെ ശക്തി നന്നായിട്ട് അറേബ്യൻ ഉപദ്വീപിലും പരിസരങ്ങളിലും എല്ലാം വർദ്ധിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും എന്നാലും ഞങ്ങൾക്ക് ശക്തി ഉണ്ടായപ്പോൾ നിങ്ങളെപ്പോലെ ഞങ്ങൾ അക്രമം കാണിക്കില്ല. അതുകൊണ്ട് 4 മാസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വസ്ഥമായി ഭൂമിയിലൂടെ സഞ്ചരിക്കാം. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, വയലമും നിങ്ങൾ അറിയണം, അന്നക്കും ഗൈറു മുഅ്ജിസില്ല, അള്ളാഹുവിനെ അശക്തരാക്കാൻ കഴിയുന്നവരല്ല നിങ്ങൾ.
പടച്ചവനെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്കാവില്ല. വഅന്നല്ലാഹ മുഖ്സിൽ കാഫിരീൻ, അള്ളാഹു സത്യനിഷേധികളെ നിരാശരാക്കുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ അവർ അള്ളാഹു തആല മാനം കെടുത്തുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു തആല പറഞ്ഞു. എന്നിട്ട് അദാനും മിനല്ലാഹി വറസൂലിഹി ഇലന്നാസ്, ജനങ്ങളിലേക്ക് അള്ളാഹുവിൽ നിന്നും ദൂതനിൽ നിന്നുമുള്ള അറിയിപ്പുമാണിത് യൗമുൽ ഹജ്ജിൽ അക്ബർ, ഏറ്റവും മഹത്തായ ഹജ്ജിന്റെ ദിനം, അഥവാ ദുൽഹിജ്ജ 10 ഹജ്ജുൽ അക്ബർ എന്ന് എല്ലാ കൊല്ലവും പറയുന്ന ദിവസം, അത് ഹജ്ജുൽ അക്ബർ എന്ന് പറയുന്നത് ദുൽഹിജ്ജ 10 അതായത് ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഒരുപാട് അമലുകൾ ഒന്നിച്ച് നടക്കുന്ന ദിനം എന്ന അർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നത്. വെള്ളിയാഴ്ച അറഫ വന്നാൽ ഹജ്ജുൽ അക്ബർ എന്ന് പറയുന്ന ഒരു പ്രയോഗം വേറെയുമുണ്ട്, സാധാരണ എല്ലാവരും പറയുന്ന. എന്നാൽ എല്ലാ വർഷത്തിലുമുള്ള ഹജ്ജുൽ അക്ബർ എന്ന് പറയുന്നത് ദുൽഹിജ്ജ 10 അന്നാണ്. ആ 10 അന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശപ്രകാരം മഹാനായ അലി റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മിനായിൽ വെച്ച് എന്ത് ചെയ്യുന്നത്, ജംറത്തുൽ അഖബയുടെ അടുത്ത് വെച്ചിട്ട് ഈ പ്രഖ്യാപനം നടത്തുന്നത്. എന്താ പ്രഖ്യാപനം? അന്നല്ലാഹ ബരീഉം മിനൽ മുശ്രിക്കീന വറസൂലുഹു, അള്ളാഹുവും അവന്റെ റസൂലും ബഹുദൈവാരാധകന്മാരിൽ നിന്ന് ബാധ്യത ഒഴിഞ്ഞവരാണ്. ഇനി നമ്മൾ തമ്മിൽ കരാറില്ല, ഒരു സംഗതിയില്ല. അതുകൊണ്ട് ഫൈൻ തുബുത്തും ഫഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾ പശ്ചാത്തപിച്ച് നേരത്തെയുള്ള കുഴപ്പങ്ങളൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതാണ് ഉത്തമം. ഫൈൻ തവല്ലൈത്തും, നിങ്ങൾ പിന്തിരിച്ചു പോവുകയാണെങ്കിൽ ഫഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, അന്നക്കും ഗൈറു മുഅ്ജിസില്ല, അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്കാവില്ല. വബശ്ശിരിൽ ലദീന കഫറൂ ബിഅദാബിൻ അലീം, സത്യനിഷേധികൾക്ക് വേദനാജനകമായ ശിക്ഷ കൊണ്ട് തങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞു. അഥവാ കരാറിൽ നിങ്ങളെ നമ്മൾ ഒഴിയാണ്. കാരണം എന്താ? നിങ്ങൾ കരാറ് ചെയ്തിട്ട് ആ കരാറ് പാലിക്കുന്നില്ല. എന്നാൽ അതിലും കൃത്യമായി കരാറ് പാലനത്തിൽ മുഴുകിയ ചില ആളുകളുണ്ടായിരുന്നു. ആ മുഴുകിയ ആളുകളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞു, ഇല്ലല്ലദീന ആഹദതും മിനൽ മുശ്രിക്കീൻ, ബഹുദൈവാരാധകന്മാരിൽ നിന്ന് നിങ്ങൾ കരാർ ചെയ്തൊരു കൂട്ടരൊഴിച്ച് സുമ്മലം യൻഖുസൂകും ശൈആ, അവരാ കരാറിൽ നിങ്ങളോട് ഒന്നും കുറവ് വരുത്തിയില്ല, അഥവാ അവർ തീരെ അതിന് വഞ്ചന കാണിച്ചില്ല, കൃത്യമായ കരാറ് പാലിച്ചു. വലം യുളാഹിറു അലൈക്കും അഹദാ, അവരെന്തില്ല നിങ്ങൾക്കെതിരിൽ ആരെയും സഹായിച്ചുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ഫാത്തിമൂലയും അവർ മാന്യന്മാരാണ്, അവരിലേക്ക് നിങ്ങൾ പൂർത്തിയാക്കണം. അഹലവും അവരുടെ കരാറിനെ ഇലാ മുദ്ദത്തിഹിം, അവരുമായി നിങ്ങൾ കരാറുണ്ടാക്കിയ കാലാവധി വരെ. അപ്പൊ അവരായിട്ട് എന്തെന്ന് ഒഴിയണ്ട, കരാറിന് ഒഴിയണ്ട. കാരണം അവരെന്ത് ചെയ്തിട്ടില്ല, അവർ ചീറ്റ് ചെയ്തിട്ടില്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്തന്മാരെ ഇഷ്ടപ്പെടുന്നവനാണ്. അപ്പൊ നോക്കൂ, മുശ്രിക്കുകളുമായി നമ്മൾ കരാറിന് ഒഴിവാക്കുകയാണ്. നമുക്ക് ശക്തിയൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും അവരുമായി ഒരു പോരാട്ടത്തിന്റെ അവസ്ഥയിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥക്ക് മാറ്റം വരാൻ പോകുന്നുണ്ടെന്ന് അവരെ അറിയിച്ചുകൊണ്ട് ചെയ്യുക എന്ന എക്സ്ട്രാ മാന്യത ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതാണ് ഇസ്ലാമിന്റെ സുതാര്യത എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ കണ്ടടത്ത് വെച്ചൊക്കെ എല്ലാരെയും കൊല്ലുക എന്നുള്ള ഏതെങ്കിലും ഒരു ആയത്തിന്റെ കഷ്ണം പിടിച്ച് അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത് നടക്കുന്നവർ ഇതിന്റെയൊക്കെ പശ്ചാത്തലം മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.